എടാ ഫൺ ബ്രോ ഇത് പറഞ്ഞു. നമ്മൾ എത്ര ആയടാ നമ്മുടെ സിറ്റി നഷ്ടതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഓടിയോടെ എടുക്കല്ലേ, ഒരു സ്ഥലവും ഇല്ല അവിടെ ഇത് നിൽക്കണ് മറ്റേ വില്ലേജർ പോസ്റ്റ്. ഇല്ല, അങ്ങോട്ട് പോകണ്ട, നമ്മളെ വെട്ടി കീറുക. അങ്ങോട്ട് പോകണ്ട, എവിടെ അല്ല നമ്മുടെ സിറ്റിക്ക് എന്ത് പറ്റി? ഞാൻ കേറിയപ്പോ മുഴുവൻ പൊട്ടി തെറിച്ചിരിക്കുന്നു. എത്ര പോണം? ഞാൻ അവസാനം സെർവർ കയറിയ സമയത്ത് നോക്കിയപ്പോ എല്ലാം ഉണ്ടായിരുന്നു. പിന്നീട് കയറിയപ്പോ ഫുള്ള് പൊട്ടിത്തെറിച്ച് കിടക്കുകയാണ്. അതെ, ഇനി നമുക്ക് എങ്ങോട്ട് പോവാ? ഇവിടെ ഒരു ഫംഗ്ഷൻ നമുക്ക് വില്ലേജ് ഉണ്ടോ നോക്കിയാലോ? എവിടെ വില്ലേജ്, മറ്റേ വില്ലേജ് ഉണ്ടെങ്കിലോ? എങ്ങോട്ടാ പോവാ? അങ്ങോട്ട് പോയേ? അങ്ങോട്ടാ അങ്ങോട്ട് പോയേ? വില്ലേജ് തന്നെ അങ്ങോട്ട് പോണോ? അങ്ങനെ ആ ബ്ലാസ്റ്റ് ഉണ്ടായ സമയത്ത് ഒരുമിച്ച് ഓടിയോണ്ട് ഇപ്പൊ ഒരുമിച്ച് എവിടേക്കോ എത്തിപ്പെട്ടു. അതെ അതെ. ഡാ എന്താ എന്തോ കാണുന്നുണ്ടാ അവിടെ എന്താ? ടൗൺ പോലെ അവിടെ അല്ലടാ, നമ്മളെ കഴിഞ്ഞ സീസണിൽ ഉണ്ടായ മരത്തെ ബിൽഡിങ് അല്ലേ? അത് വണിക്കെന്നൊക്കെ ഇരിക്കുന്നത് എന്താ? സ്ഥലം അവിടെ ഒരു ബോർഡ് ഉണ്ട്. ഓക്കെ, ഇവിടെ എന്താ ഇത് ഇങ്ങനെ? ഇതെന്താ? ഇത് ആരുണ്ടാക്കിയേ? ഇതിങ്ങനെടാ അതി വന്നേ? നിന്റെ സൗണ്ട് ക്ലിയർ അല്ല. എടാ ഇവിടെ ഫൗണ്ടനൊക്കെ ഫോണ്ടല്ല പോണ്ട്. എത്ര സ്ഥലവും എടാ, അത് എഴുതിയുണ്ട് MCRP. നമ്മുടെ സിറ്റിയുടെ പേരിലായിരുന്നു. അതെ അതെ, അതേപോലത്തെ കളറും അതേ സെറ്റപ്പ്. ഇവിടെ വണിക്കെന്ന് കൊടുക്കുന്നത് ആരടാ? നമ്മുടെ സിറ്റി ഓക്കെ എടാ, നമുക്കിന്നത് വേറെ എന്തെങ്കിലും സ്പോണേക്കണം നോക്കണ്ടേ? ഇത് മാത്രമേ ഉള്ളൂ. ഇതെന്തത്? ഇത് ഒന്നാതിട്ട് ഇഷ്ടമല്ല. എല്ലാരും വിളിക്കണട്ടാ. എല്ലാരും ഫോൺ നമ്പർ ഇല്ലേ? നമുക്ക് നീ സൗണ്ട് ക്ലിയർ അല്ലടാ. എന്നാലും ഇതെന്താ ഗൈസ്? സംഭവം എന്താ? എനിക്കാർക്കും അറിയില്ല, അങ്ങക്കാർക്കും അറിയില്ല. ഡാർക്കല്ലേ? നീ ഡാർക്കല്ലേ? ക്രീപ്പർ വേണ്ടല്ലേ? പോണ്ട. അവിടെ ക്രീപ്പറൊക്കെ ഉണ്ടോ? അവിടെ നിങ്ങളെ ഡീസ്പോൺ ആവും വേണല്ലോ. ഇപ്പൊ എന്ത് ചെയ്യും? ഞാൻ പോയി അതിനെ ഓടിക്ക എങ്ങോട്ടേലും. ആദ്യം സ്കെൽറ്റൻ ആവട്ടെ. ഇതൊന്നും ഒരുമാതിരി ഡിസ്റ്റല്ലേ? എടാ അവിടെ ഇത് ഇങ്ങനെ എടുത്താലും ഇത് ബിൽഡായേ? അതെ അതെ, മൈൻക്രാഫ്റ്റ് ആക്കിയോ നമ്മുടെ ഇതണ്ടിട്ട്, ഡെഡിക്കേഷൻ കണ്ടിട്ട്, ഹാർഡ് വർക്കിംഗ് കണ്ടിട്ട്. നമ്മുടെ സിറ്റി എല്ലാം ഇല്ലാതായപ്പോ മൈൻക്രാഫ്റ്റ് നമുക്ക് തന്നെ ഉണ്ടാക്കിയതായിരിക്കും. അതെ 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 അതെ. അവിടെ രാത്രിയൊക്കെ ആവുന്നുണ്ടോ? രാത്രിയാവും. പഴയ അടിയാളായിട്ട് എന്തേലും കണ്ടില്ല? അയ്യോ, ഇവിടെ ഈ തറ ഫുള്ള് പായലും പൊട്ടിക്കിടക്കുന്ന കല്ലുകളും ഒക്കെ. അപ്പൊ എന്തായാലും തോന്നുന്നേ ഇത് പഴയ ബിൽഡ് ചെയ്യുന്നു. ഏതോ പണ്ട് കാലത്ത് ആരോ MCRP എന്ന് പറഞ്ഞ എന്തോ ഇട്ടിട്ടുണ്ട് നമ്മുടെ അതേ സിറ്റിയുടെ പേര് വെച്ചിട്ട്. അതാ ഇനി ഒന്നുകൂടെ ഉള്ളു. റീസ്പോൺ വെച്ചേക്ക്. എടാ എന്താടാ, നീയോ മാത്രം ഉറങ്ങിയൊരു കാര്യം, ഞാനും ഉറങ്ങണം, എന്നാലേ റെഡി ആവുള്ളൂ. ഞാനൊക്കെ 6 വുഡ് നീന്നല്ലടാ. 6 ഊള് വുഡല്ല, 6 ഊള്. പഠിക്കണേ, ഞാൻ ഉണ്ടാക്കിക്കോളാം. വുഡ് താ, വൂള് താ 3 ബാക്കി താ. താങ്ക് യു. ഞാൻ ആകെ അവിടുന്ന് വരുമ്പോ എടുത്ത്, നമ്മൾ പഴയ സിറ്റിന്ന് വരുമ്പോ എടുത്ത ആകെ 12 ഉള്ളൂ. 5 തന്നു, അത്രേ ഉള്ളൂ. വാ, ഇനി നമുക്ക് നോക്കിയാലോ ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കിയാലോ? അതെ അതെ, അതാ നിന്റെ കളറല്ലേ ആ ഡാർക്ക് ബ്ലൂ? ആണാണ്, ഡാർക്ക് ബ്ലൂ കളറാ. എന്നാ രോത്തിന്റെ ഒക്കെ ഉണ്ടാവില്ല ഇവിടെ തന്നെ. ചെസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടോ? ചെസ്റ്റില് ഉണ്ടോ? 64 പോർക്ക് ചോപ്പൊക്കെ. അതില് ബെഡുണ്ട്. എടാ അതാ ലൈറ്റ് ബ്ലൂ. ലൈറ്റ് ബ്ലൂ അല്ലേ? റോത്തിന്റെ കളറല്ലേ അത്? അതാ
ആ ലോത്തിന്റെ എവിടെയുണ്ടോ ചെസ്റ്റില്? ഇനി ഈ ഭാഗത്തുണ്ടോ? അതാ വേറെ ഒന്നും കൂടി അതേതാ കളറ്? ഗ്രേ ആണോ? അത് ഗ്രേ അല്ലേ? ആ ഗ്രേ തന്നെ, ലൈറ്റ് ഗ്രേ ആൻഡ് അത് സാധാ. ബ്രൗൺ. ആ എടാ എന്റെ കളർ എന്നാടാ, എന്റെ സ്കിന്ന് അതല്ലേ. ആ ലൈറ്റ് ഗ്രേ ഉണ്ട് ഇടയ്ക്ക് ചില ഭാഗങ്ങളില്, പിന്നെ ബ്ലാക്കിന്റെ അതിനാന്ന് തോന്നുന്നു. എടാ അതെന്തറ അവിടെ എവിടെയും ഉണ്ടടാ. നമ്മള് എനിക്കുണ്ട് അവിടെ ഒരു ബോൾ പോലെ. ബോള് പോലെയെന്നോ? എവിടെ? ഓ എനിക്ക് തോന്നുന്നു നമ്മൾ ഇനി ഇവിടെ ഫുള്ള് ബോൾ കെട്ടണം. അതെ എനിക്കും തോന്നുന്നുണ്ട് അത്. ഇനി ഇവിടെ എന്തേലും ഉണ്ടോ? ഒരു ബ- എടാ എനിക്കൊരു ഡൗട്ട്. അതേമാതിരി ഇവിടെ വേറെ സ്ഥലവും ഇവിടെ വേറെ സ്ഥലവും വയോന്ന് ഇവിടെ- കണ്ടാ? ഇവിടെ വേറെ ഒരു കൃത്യം ബോർഡർ കിട്ടാനുള്ള മാതിരിയാണോ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ സൈഡ് ജംഗിളാണെന്ന്. അപ്പോ നമ്മൾ ഈ ഒരു സിറ്റി ആക്കണമെന്ന് തോന്നി ഈ ഒരു സ്ഥലം. അതെ മേ ബി അതാവും നമ്മുടെ ഡ്യൂട്ടി. എനിക്ക് വേറെ തോന്നുന്നുണ്ട്, അവര് വെറുതെ ബോർഡർ കെട്ടാനൊന്നും പറയില്ലല്ലോ. ഇവിടെ എന്തേലും ഉണ്ടാവും, മേ ബി എന്തേലും മോബ്സ് സ്കെൽട്ടൻ സോംബിന്റെ ശല്യം ആയതുകൊണ്ടാവും നമ്മൾ മുഴുവനാക്കേണ്ടി വരാം. അതിപ്പോ ആ ഭാഗത്തൊക്കെ നമ്മൾ നോക്കണ്ട, ഇവിടെ എന്തേലും ഉണ്ടാവും. അനുഗ്രഹ ജീവിയോ വലിയ ജീവികളോ അവരെ നാശം കൊണ്ട് അവരെ അറ്റാക്ക് കൊണ്ട് നമ്മളാവും മേ ബി നമ്മളത് കെട്ടേണ്ടി വരാം. എനിക്ക് തോന്നുന്നു അതാവും. ആർപ്പിക്കാൻ വേണ്ടി ഗോസ്റ്റ് വന്ന പോലെ എന്തെങ്കിലുമൊക്കെ കാണും അവിടെ. അതെ വലിയ ജീവി അതിന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേ ബി ഇത് കെട്ടേണ്ടി വരാം. എന്നാലും നമ്മള് അവിടെ അത് ശരിക്കും നമ്മള് ഗെയിം കളിക്കണ മാതിരിയാടാ. അതായത് ഒരാളെ ബിഗ് ബോസ് കളിക്കൂല അതേമാതിരി തോന്നുന്നു, ഫീൽ ആവുന്നു. ഓക്കെ ആരോ ഒരാള് നമുക്ക് ചെയ്ത് വെച്ചേക്കുന്ന പോലെ. അതെ കൺട്രോൾ ചെയ്യണ പോലെ നമ്മൾ ഇതൊക്കെ ചെയ്യണമെന്ന് ഇൻഡയറക്ട്ലി പറഞ്ഞു തരുന്ന പോലെ. നീ നമുക്ക് അങ്ങോട്ട് പോയേക്കാ, അവിടെ എന്തേലും ഉണ്ടാവുന്നു. ബട്ട് എനിക്ക് ഇപ്പോഴും ഡൗട്ട്, അവർക്ക് എങ്ങനെ നമ്മുടെ കളറുകൾ മനസ്സിലാകും? എനിക്കറിയില്ല, ഇവരെന്തോ ഗെയിം തോന്നുന്നു. അവർക്ക് നമ്മളെ സ്കിൻ എല്ലാ ഡേറ്റയും അവർക്ക് അറിയാമെന്ന് തോന്നുന്നു. തോന്നിയാണല്ലേ? എടാ ഈ സോംബികളൊക്കെ എയറായിട്ടല്ലേ സ്മോണാവാ? ഇതെന്താ നിങ്ങള് എന്തോ ഇഷ്യൂ ഉണ്ടടാ, മേ ബി എന്തോ ഇഷ്യൂ ഉണ്ടോ? ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. കാണുന്നില്ല. അപ്പുറത്ത് പോയി നോക്കേണ്ടി വരും. എവിടെ? എനിക്ക് അതടാ ഞാൻ കണ്ട് ഗ്രീൻ ആരാ? അവിടെ ഗ്രീന് എന്താ പറയാ, പുതിയ മെമ്പർ ഉണ്ട്, പുതിയ ആളല്ലേ നമ്മള് വൈ വെച്ച കണ്ടേ. അവന്റെ കളറില്ലേ ഗ്രീൻ? എന്തിനാ അവന്റെ പേര്? വൈ വെച്ച കണ്ടവന്റെ കളർ എന്തെങ്കിലും മറന്നുപോയി. FWS അങ്ങനെ എന്തോ അല്ലേ? FWS അറിയത്തില്ല. അതുകൊണ്ട് അവിടെ ഒരു യെല്ലോ ഫ്ലാഗ്. യെല്ലോ? എടാ അത് യെല്ലോ, അത് മറ്റേവന്റെ അല്ലേ. നമ്മള് രണ്ടാൾ കണ്ടില്ലേ, രണ്ടാൾ കൂടി നടന്നു പോകുന്നേ നമ്മളെടുത്തു കൂടി പോണ വഴിക്ക്. എന്നിട്ട് നമ്മളെ വിവരങ്ങളൊക്കെ ചോദിച്ച് അവരെ കളറല്ലേ അതാണിത്. ഇത് റവോൾക്ക് അവന്റെ പേര് ഓർമ്മ വന്ന്. അവന്റെ പേര് റവോൾക്കിന്റെ പ്ലേസ് അത്. നമ്മൾ മൂന്നാളും കൂടിയാണ് രക്ഷപ്പെട്ടെ, ബാക്കിയുള്ളവർ ചത്തുപോയില്ലേ. രവി പിന്നെ മൊട്ടുമൊക്കെ ആ പൊട്ടിത്തെറിയില്. ഈ ചെസ്റ്റിലൊന്നുമല്ലേ? മേ ബി അത് പുതിയ മെമ്പേഴ്സ് ആയതുകൊണ്ടാണ്, പുതിയ മെമ്പേഴ്സ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നേ ചെസ്റ്റിലൊന്നും കാണുന്നില്ല. മേ ബി ഇനി ഇവരെന്താളും വരോടാ റോത്തിന്റെ പോ. എന്നിട്ട് അവരെന്താളും കൂടി കൂട്ടി ഇങ്ങോട്ട് വരേക്കാരോ, അതാവും മേ ബി. ഇത് ഈ ചെസ്റ്റിലും ഇല്ല എനിക്ക് തോന്നുന്നേ. പുതിയ മെമ്പേഴ്സിനൊന്നും ഇല്ല, പഴയ മെമ്പേഴ്സിനാണുള്ളതെന്ന്. നമ്മളല്ലേ പഴയ മെമ്പേഴ്സ്. അതെ ബാക്കിയുള്ളവർ ശബ്ദം പോയില്ലേ. സിറ്റി അല്ലടാ, ഇത് എന്തോ ഒരു അമാനുഷിക എന്തോ സംഭവമാണേ. നമുക്കിനി ഇതിനൊരു പോപ്പുലാരിറ്റി കൂടി സിറ്റി ആക്കി മാറ്റണം. പോപ്പുലേഷൻ അല്ല പോപ്പുലാരിറ്റി. എല്ലാ സിറ്റി എവിടെ എല്ലാരും നമ്മളെ സ്പൂണെ കണ്ട അവിടെ കമ്പിളിന്റെ ഒക്കെ. എടാ എനിക്കെന്തോ ഫീൽ ആവുന്നടാ. എടാ വെയിറ്റ് ചെയ്യേ, എന്നെ മനസ്സിൽ എന്തോ കത്തി. എടാ എന്താ സ്റ്റിക്ക് മാത്രം പൊന്തിയാണ്ട് നിക്കുന്നേ. ഇവിടൊക്കെ തോന്നുന്നു ആരേലും വെക്കാൻ നോക്കിയിട്ടുണ്ടാവും. ആരേലും വേസ്റ്റ് ഇവിടെ ആദ്യം ആരോ വെച്ചാൻ നോക്കിയിട്ടുണ്ട്, വെക്കാൻ നോക്കിയിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയതാ. ഇവിടെ എന്തോ ഇതുണ്ട്, പ്രശ്നമുണ്ട് ഈ സ്ഥലത്തിന്. മേ ബി ഇവിടെ നമുക്ക് മാറ്റി ഈ ഒരു സ്ഥലത്തോട്ട് അധികം പോകണ്ട.
കാരണം MSN ഞാൻ ജോയിൻ ചെയ്തോണ്ട് ഞാൻ എം വേറെ എസ് എൻ സൈഡിൽ കയറിയപ്പോ നീ MSN ഉണ്ടോ? ഒരു 2-3 എപ്പിസോഡിലുണ്ടായിരുന്നു ആ ടൈമിൽ. റോത്ത് എനിക്ക് തോന്നുന്നു മേ ബി അവർ രണ്ടാളും കൂടി റോത്തിന്റെ ഒപ്പം ഉണ്ടാവും. റോത്ത് നേരെ വടക്കോട്ട് പോയി, നമ്മൾ തെക്കോട്ടും പോയി. ബാക്കി നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം മരിച്ചു. റെസ്റ്റ് ഇൻ പീസ്. RIP ഗൈസ്. RIP. ഓക്കേ, 5 പേരാണ് ബാക്കി ജീവനോടെ. 5 അല്ല, ആകെ 3 പേരേ ഉള്ളൂ OG മെമ്പേഴ്സ് ആയിട്ട്. ഇനി 2 ആൾക്കാർ വരുമോന്ന് അറിയില്ല. ആകെ 3 ആൾക്കാർ. ഡൗട്ട് അവരല്ലേ വേൾഡ് കണ്ടിട്ട്. അതെ അതെ, എനിക്ക് തോന്നുന്നുണ്ട് അവരുണ്ടാവുന്ന്. ഉണ്ടാവാണെ നമ്മള് കൈ എന്താ പറയാ സ്വീകരിക്കേണ്ടി വരും. കാരണം അവരും ഒറ്റപ്പെട്ടിരിക്കുന്നു. അവരുടെ എന്തോ നഷ്ടപ്പെട്ടിരിക്കുവാണ് അവരുണ്ടാവുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് എല്ലാം നഷ്ടപ്പെട്ടവരുടെ ഒരു സിറ്റി. എനിക്ക് തോന്നുന്നു ആ ബ്ലാസ്റ്റ് എല്ലാം ഈ എന്തോ ഒരു സംഭവം കാരണം ഉണ്ടായതാണ് നമ്മൾ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടി. ശരിയാ, എനിക്ക് എന്തോ തോന്നുന്നുണ്ട്. അവരുടെ മരണത്തിലും ദുരൂഹത തോന്നുന്നുണ്ട്. മറ്റേ TB ചീഫ്, ആൻഡ്രോബി, മൊട്ടു, ഇതൊക്കെ. എടാ ഇവിടെ വയ്യൊക്കെ സെറ്റാക്കാനുള്ള അടിയാളം കാണിച്ചിട്ടുണ്ടോ? നോക്ക്, ഇങ്ങോട്ട് വാ. ഫോണിന്റെ ഓപ്പോസിറ്റ് ഇതാ, അങ്ങോട്ട് ഇവിടെ കണ്ടോ വയ്യൊക്കെ സെറ്റാക്കാൻ വേണ്ടി അങ്ങോട്ടാ പോകണ്ടത് ഇങ്ങോട്ടാ പോകണ്ടെന്ന് അടയാളമായിട്ട് കാണിച്ചു വെച്ചേക്കുന്നു. അതെ, എന്നാലും ഇത് എങ്ങനെയാടാ അവിടെ എത്തി നമ്മള്? ഇത് ശരിക്കും ബിൽഡ് ചെയ്ത് തന്നെയാണത്. ഇത് ബിൽഡ് ചെയ്ത് തന്നെ. എനിക്ക് തോന്നുന്നേ ഇതെന്തോ ഷോ ആണ്. അതിന്റെ എന്താ പറയാ 2ാമത്തെ 5ാമത്തെ സീസണിലായിട്ട് നമ്മളാണ്. രോത്താ അവിടെ രോത്ത് വന്ന് രോത്തിനെ വിളിക്കാം നമുക്ക്. രോത്തുണ്ട്. ഒന്ന് പോവോ രോത്തിനെ? ഇപ്പൊ കേറാം. ഒന്ന് ലെഫ്റ്റ് ഞങ്ങൾക്ക് ഇന്റർവ്യൂന്റെ ആണെങ്കിൽ പോരാ. ഓക്കെ, ഞാൻ വീസിലുണ്ടേ. ഓക്കെ. എടാ ഫൺഫോ റോത്ത് ലെഫ്റ്റ് എന്ന് ലെഫ്റ്റ് ആയത്. എടാ രോത്ത് ഉണ്ടറാ, സർവറിലെ രോത്ത് ഉണ്ട്. അപ്പൊ രോത്തിന് നമ്മൾ എന്താ വിളിക്കേണ്ടി വരും. അതെ ആള് ജീവനോടെ ഉണ്ട്. അപ്പൊ ഇനി മേബി നമ്മൾ ഉദ്ദേശിച്ചാടാ സംഭവം. അപ്പൊ നമുക്ക് നാളെ അല്ല ഇന്ന്. ഓക്കെ, നമുക്ക് ഇനി എന്നാ നീ ലെഫ്റ്റ് ആയിക്കോ. ഞാൻ എന്റെ ഫോൺ നീ രോത്തിനൊന്ന് വിളിക്കണം. ഓക്കെ, ഞാൻ രോത്തിനെ വിളിച്ചോണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് ആ നമ്പർ സേവ് ചെയ്തിട്ടില്ലേ? ഓക്കെ, അവൻ പോയി. നമ്പർ സേവ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഗൈസ്, രോത്തിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ കുറെ നോക്കി, രോത്തിനെ വിളിക്കാൻ നോക്കി, കിട്ടുന്നില്ല. ഒന്നും കൂടി വിളിച്ചു നോക്കാം. റോത്തിന്റെ ഫോണ് റോട്ടൻ ഫ്രഷ് ഫോൺ പുതിയ ഐറ്റാ. ആപ്പിളിനെ മറികടക്കുന്ന ഐറ്റാ റോട്ടൻ ഫ്രഷ് ഫോൺ. ഹലോ രോത്തെ. ഹലോ, എന്താ പാട്? നീ ഹലോ കേക്കുന്നുണ്ടോ? കേക്കാം. എടാ നീ ആ പൊട്ടിത്തെറി രക്ഷപ്പെട്ടില്ലേ? ഞാനിത് രക്ഷപ്പെട്ട് ഇവിടെ ഒരു ഗുഹയ്ക്കകത്ത് ഒന്ന് വിളിച്ചിരിപ്പുണ്ട്. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാനാ? എടാ ഞങ്ങള് 1,00,000 ബ്ലോക്ക് അകലെയാണ്ടാ. അതെങ്ങനെ നീ അവിടെ വരെ എത്തി? ഞാനും ഫനൂറയും കൂടി എങ്ങോട്ടൊന്നില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. തെക്കോട്ട് വടക്കോട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങള് പോണ വഴിക്ക് വേറെ ഏതൊക്കെ സ്ഥലം കണ്ടോ? നമ്മുടെ MCRP എന്നൊക്കെ പറഞ്ഞിട്ടേ, MCRP നമ്മളെ അതേ സർവറിന്റെ അതേമായി സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ട് ഒരു സിറ്റി മാതിരി സെറ്റപ്പ് ചെയ്തിരിക്കണം. സ്പോണൊക്കെ വെച്ചിട്ട് MCRP എന്നൊക്കെ എഴുതിയിട്ട്. എവിടെ 1,00,000 ഞാൻ ലൊക്കേഷൻ വിട്ടുതരാം എനക്ക്. നീ ലൊക്കേഷൻ വിട്. ഓക്കെ, നീ ഇവിടെ പറയണേക്ക് ഇവിടുത്തെ മുഴുവൻ നമ്മള് സിറ്റി ഉണ്ടാക്കി അതേ സെറ്റപ്പാണ് ഇവിടെ മുഴുവൻ. ഞാൻ വന്ന് നോക്കട്ടെ. നമുക്ക് ഇവിടെ സിറ്റി ആക്കിയാലോ? എടാ നിന്റെ പറ ഓൾക്കുണ്ടാ? നമ്മൾ പോണ ഞങ്ങള് കണ്ടിരുന്നൊരു ഓൾക്ക് ഒരുത്തനെ. അവൻണ്ടാ? ഞാനാ കണ്ടു, പക്ഷെ അവൻ അവിടെ ഇപ്പൊ എന്റെ അടുത്തില്ല. ഞാൻ അവനെ കണ്ടായിരുന്നു. നമ്മൾ രണ്ടാളും 3 ആൾ ഒരുമിച്ചല്ലേയിരുന്നു അവിടുന്ന് പൊട്ടിത്തെറി കണ്ടേ അവനെ. റവോൾക്കും പിന്നെ ഫാൾട്ടാൻ അവന്റെ പേര് അതല്ലേ.
ആ 14 കണ്ടു. ഓക്കെ, അവൻ രണ്ടാളുടെയും കളറൊക്കെ ഉണ്ടോ അവിടെ? നമ്മള് വീടൊക്കെ ഉണ്ടാക്കണ്ട ഹൗസ് അതിന്റെ. അവന്മാരാണോ അവിടെ നമ്മുടെ സിറ്റി പൊട്ടിത്തെറിപ്പിച്ചേ? ആവൂ, ഇനി ആവൂ. അതിന്റെ ആവില്ല. നമ്മള് പൊട്ടിത്തെറി കഴിഞ്ഞിട്ട് അവരും എന്താ പറയാ സഹായിക്കാൻ പറ്റാത്തിരിക്കുവല്ലായിരുന്നോ? നിന്റെ കയ്യിൽ എന്തേലും വണ്ടി വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, ഒരു ഹോർസ് ഉണ്ട്. ഹോർസ്. എന്റെ ലൊക്കേഷൻ വിടാം, നീ അങ്ങോട്ട് വാ. എങ്ങോട്ട്? എടാ വൈകി തെറ്റോടാ. പിന്നെ എനിക്ക് ഈ കോഴ്സ് അറിയില്ല. എനിക്കെല്ലാം എന്താ പറയാ മറവിയുണ്ട്. ഓക്കെ ഓക്കെ. നീ രോത്തിലാ വന്നേ? രോത്തെ ബാക്കോട്ട് ലൊക്കേഷൻ കിട്ടിയില്ല. കിട്ടിയില്ലേ? കിട്ടി, വാ പോവാ. കാണിച്ചാലേ ഇവിടെ അടുത്തന്നെ. ഇവിടെ ഞങ്ങള് വന്നപ്പോ ഇല്ലേ, ഞങ്ങള് ഈ ഭാഗത്തോട്ട് ഇങ്ങനെ നേരെ പോകാന്നൊക്കെ വിചാരിച്ച് വന്നപ്പോഴാടാ ഇങ്ങനെയൊക്കെ വിൽഡാണ്ടേ. രക്ഷപ്പെട്ടു പോയിരുന്നു. കണ്ടോ? ഇവിടെ കണ്ടോ? ഇതാര് ബിൽഡ് ചെയ്യുന്നത്? അതന്നെ ഞങ്ങൾ കൊണ്ട് ഔട്ട്. ഇത് ആരുടെ ബിൽഡ് ചെയ്തേ ഇങ്ങനെയൊക്കെ? നമ്മുടെ അത് സിറ്റിയുടെ പേരൊക്കെയാടാ. സംഭവം കാറ് എന്റെ ബുഗാട്ടി ഇല്ലാതെ ഒരു സ്ഥലത്തോട്ടും വരത്തില്ല. അത് എന്റേതാണോ? ഇത് നിന്റെ. എന്റെ ബുഗാട്ടി ഒരിടത്ത് നിൽക്കാല്ല, എല്ലായിടത്തോട്ടും പറന്ന് കളി. നോക്കട്ടെ അതിനെത്ര ഹേർട്ട് ഉണ്ട് നോക്കട്ടെ. അതിനെത്ര ഉണ്ട്? ഇതിന്റെ 2 ഇല്ല, 2 കുറവാ. നോക്കട്ടെ, കഴിച്ച നോക്കട്ടെ. ഇറങ്ങടാ. അതിന്റെ അവിടെ ഹേർട്ട് കൂടുതൽ. അതെ അതിന്റെ അവിടെയുള്ള കുതിരക്ക് 2 ഹേർട്ട് കൂടുതലാ. ശരി, ഓക്കെ. ഇങ്ങോട്ട് വാ. കണ്ട, ഇവിടെയാണ് സിറ്റി. ഇത് കണ്ട, ഇത് ഇൻബിൽഡ് ആയിട്ട് വന്നതാടാ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുവായിരുന്നു. കണ്ട, നമ്മുടെ അതേ സിറ്റി. അതാ പറഞ്ഞേ, അതെ MCRP എന്നൊക്കെ. ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല, അതിനെ ആഡ് ചെയ്തിട്ട് ഞാൻ തോന്നുന്നു. കണ്ട, അതേമാതിരി നമ്മള് കഴിഞ്ഞ സീസണിൽ കിട്ടിയത് അതേമാതിരി MCRP എന്നൊക്കെ കൃത്യം അതേമാതിരി ഇല്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ നമ്മുടെ സിറ്റി എന്തായാലും പോയി. അതന്നെ നമുക്ക് ഇവിടെ തുടങ്ങിയാലോ എന്നാ പറഞ്ഞേ. ഇനി അങ്ങോട്ട് ഇവിടെ കൂടിയാ. പിന്നെ വേറെ ഒരു കാര്യമോ, നമ്മുടെ മെമ്പേഴ്സൊക്കെ ചത്തുപോയില്ലടാ. റെസ്റ്റ് ഇൻ പീസ് ആയില്ലേ? നമ്മള് ആകെ 3 ആളല്ലേ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ. എന്താ പറയാ പൊട്ടിത്തെറിയെന്ന്. ആരൊക്കെ ചത്തുപോടെ? അനക്കത് ഓർമ്മല്ലേ? എന്താ പറയാ മറന്നാ? TB ചീഫ്, മൊട്ടു, പിന്നെ നമ്മളെ ആൻഡ്രോബി, ഇവരൊക്കെ ചത്തുപോയി ആ അപകടത്തിന്ന്. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പൊട്ടിത്തെറിച്ചപ്പോ തല്ലിടിച്ചാ വീണേ. അതാ അവന്മാരൊക്കെ ചത്ത്. അതാ പറഞ്ഞേ. അതുകൊണ്ട് എനിക്ക് ഡൗട്ട് ഇനി എനിക്ക് തോന്നുന്നു ഈ സീസൺ നമ്മളിപ്പോ ഇനി റെവോൾക്കൊക്കെ ഉണ്ടെന്ന്. ഇതില്ലേ, പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്. ഇത് കണ്ട, അത് ഒരാൾ കൺട്രോൾ ചെയ്യണ മാതിരി ഉണ്ടോ? ഇത് ഇനി അവന്മാര് പ്രേതമായിട്ടുമല്ലോ ഒന്നാണ്. അതൊന്നും അല്ല അത്. ഇവിടെ അതല്ല, നീ ഇവിടെ കണ്ട ഇൻബിൽഡ് ആയിട്ട് എങ്ങോട്ടാ വഴിയൊക്കെ സെറ്റ് ആക്കണ്ടെന്നൊക്കെ കാണിക്കാണോ? കണ്ട ഇവിടെ ഒക്കെ ആയിട്ട് വഴിയൊക്കെ സെറ്റ് ആക്കേണ്ട സ്ഥലവും എല്ലാം ഉണ്ട്. നീ എവിടെ? അവിടെ ഇവിടെ കണ്ടോ? കണ്ട ഇവിടെ കണ്ട, അങ്ങോട്ടാ പോണ്ടേ, ഇവിടുന്ന് അങ്ങോട്ടാ പോണ്ടേന്നൊക്കെ കാണിച്ചിരുന്നു അവര്. അവിടെ കണ്ട, അത് കണ്ട ഫ്ലാഗ് ഒക്കെ. അവിടെ നമ്മള് അതെ അവിടെ നമ്മള് വീട് ഉണ്ടാക്കാനാന്ന് പറഞ്ഞ് മനസ്സ് പറഞ്ഞ് ഇവര് ചെസ്റ്റിലൊക്കെ നോക്കി. ഇത് നിന്റെതല്ല, ഇത് നിന്റെ കളർ അല്ലല്ലോ, ഇത് നിന്റെ ലൈറ്റ് ബ്ലൂ അല്ലേ? ഇത് നമ്മുടെ സെർവറിൽ ആർക്കും ഈ കളർ ഇല്ലായിരുന്നല്ലോ. ഫൺബ്രോ മഞ്ഞല്ലായിരുന്നോ? അവൻ മാറിയില്ലേ, ഡാർക്ക് ബ്ലൂ ആയി. അതായി. പിന്നെ അതാ ലൈറ്റ് ബ്ലൂ. പിന്നെ വേറെ ഉണ്ടോ? ആൻഡ്രോബിയുടെ കളറും പിന്നെ യെല്ലോയും. എനിക്ക് തോന്നുന്നു മരിച്ചു. എനിക്ക് തോന്നുന്നു മേ ബി ഇത് മറ്റേ നമ്മള് കണ്ടില്ല, ഫുൾട്ടി അവൻ്റെതും പിന്നെ വോൾക്കിന്റെ കാണുന്നു. ഇത് എന്റേതാ?
എന്റെ സ്കിന്നും ഗ്രേ അതായിട്ട് കളർ മാച്ച്. ഗ്രേ. അത് എന്റെ താളാ, എന്റെ സ്കിന്നുണ്ടാ, എനിക്ക് രണ്ടും കൂടിയാണ് മിക്സ്. ഓ മനസ്സിലായി മനസ്സിലായി. അതാ എല്ലാം കണ്ടാ. ഫുഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. എടാ ഇതാടാ നിന്റെ അങ്ങനെ അങ്ങനെ ഫുഡൊക്കെ വെച്ചിട്ടുണ്ടോ ഇൻബിൾഡ് ആയിട്ടാ. പിന്നെ വേറെ ഒന്നും കണ്ടോ? വാ 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 എന്താ? ഇങ്ങോട്ട്. ഇവിടെ ആ മറ്റ് ഓക്കെ. കാണാം. ഇവിടെ ബോർഡർ കെട്ടാനുള്ള മാതിരി, ബൗണ്ടറി ഒക്കെ കെട്ടാനുള്ള മാതിരി ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കുന്നു. ഇങ്ങനെ ഇങ്ങനെ കെട്ടണ്ടേന്നൊക്കെ. എനിക്കും ഫൺമുറക്കും എടാ കൂടി തോന്നി. എനിക്ക് ഫൺമുറക്കും തോന്നി മേ ബി ഇവിടുന്ന് എവിടെ എന്തേലും അപകടം എന്തോ ഈ കാടിന്ന് വരാൻ സാധ്യത ഉണ്ടെന്ന്. എന്തേലും എന്താ പറയാ ബീസ്റ്റോ അങ്ങനെ എന്തേലും. എടാ നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. ഇത് കുതിരയൊക്കെ പേടിച്ചിട്ട് തിരിച്ചു പോന്നു. വാ വാ വാ. കുതിര മാറി. ഇതാ നിന്റെ കുതിര. ഇതാ അതെ ഞാൻ കുതിര മാറി. രണ്ടും ഒരേ കളറാ അതുകൊണ്ടാ. എടാ ബെഡില്ലേ നിന്റെ ചെസ്റ്റ് പോയി നിന്റെ ബെഡ് കാണും. ആ ഓക്കെ ഓക്കെ. എന്റെ ബെഡോടെ. എന്റെ ബെഡില്ലല്ലോ, എനിക്ക് ബെഡില്ല. എന്റെ ബെഡോടെ. എനിക്കുണ്ടോ ബെഡ്? ആ എല്ലാവർക്കും ബെഡ് ഉണ്ടല്ലോ. എനക്കും ഇല്ല. പിന്നെ ഇവനെ മാത്രമാണെന്ന് തോന്നേ. ഫണമ്രോണ്ടയിലുണ്ട് വാ ബെഡ്. വാ. അവിടെ പോയി ഇറങ്ങാം. അവിടെ പോയി ഇതാടാടാ ഇതാ ഫണമ്രോ. ഇതിന്റെ ബെഡാ, ഞാൻ ഇവിടെ വെച്ചതാ. ഇവിടെ ഇതാ ഈ ചെസ്റ്റിൽ ഒരു നീല ബെഡ് ഉണ്ട്. അയിമ കിടന്നു. ഓക്കെ. കണ്ടാ ആദ്യമായിട്ടാ അഡ്വാൻസ്മെന്റ് ഒക്കെ കിട്ടുന്നത്, അച്ചീവ്മെന്റ് ഒക്കെ തോന്നി എന്തോ ഇഷ്യൂ ഉണ്ട്. അതാ പറഞ്ഞേ. ഇനി നമുക്ക് കാണിച്ചു തരാം. എന്താ പറയാ നീല പച്ചയും മഞ്ഞയും ഒക്കെ ഉള്ള സ്ഥലം കാണിച്ചു തരാം. ആ കളറുള്ള എവിടെ എവിടെ? ഏവാ ഇതിന്റെ നമ്മുടെ ഇവിടെ അല്ലേ, ഇവിടെ 3 അവിടെ 2. അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നേ. എവിടെ? വാ 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 പിന്നാലെ വാ. ഇത് എന്തൊക്കെ പ്രശ്നമുണ്ട് ഗൈസ്. അതാണ് ഞങ്ങളുടെ ഡൗട്ട്. ഇത് മറ്റേ എനക്ക് ബിഗ് ബോസ് അറിയില്ലേ, ബിഗ് ബോസുമായിട്ട് എന്തെങ്കിലും ആണോ? വാ വാ വാ. നീയോടെ നീയോടെ ആ ഇനി അങ്ങനെ വല്ലതും ആണോ? നമ്മളെ വെച്ചിട്ട് ഓർമ്മ കളഞ്ഞിട്ട് ഇനി ഇവിടെ കൊണ്ട് ഇട്ടേക്കുവാണ്. ഹോസ്റ്റ് മറ്റേ കുതിരനൊക്കെ ഇവിടെ വിട്ടോ. അവിടെ ഇട്ടോ, ഇവിടെ ഇട്ടോ. അടുത്ത് വിട്ട് ഇതിന്റെ എന്റെ കുതിര എയറില്. എന്റെ കുതിര എയറില്ല. അല്ലല്ലോ. അല്ല അല്ലടാ. എടാ ഈ സെർവൻ എന്തോ എനിക്ക് എയറിലായിട്ടാണ് കാണുന്നത്. ഈ സിറ്റിക്ക് എന്താ മാനസിക പ്രശ്നം എന്തോ ഉണ്ടെന്ന് തോന്നേ. വാ. അതല്ല എനക്ക് എന്തെങ്കിലും ഫീൽ ആയ ഈ ഭാഗത്തോട്ട് വരുമ്പോ ഒരു പോസിറ്റീവ് മൈൻഡ്, നെഗറ്റീവ് അല്ല പോസിറ്റീവ്. ശരിയാ. ഒരു സുഷ്കാന്തി ഒരു എന്തോ ഒരു പവർ കയറിയ മാതിരി. എനിക്ക് ഫൺമുറക്കം അടിച്ചേ ഈ ഭാഗത്തോട്ട് വരുമ്പോ. നീ ഫാൾട്ടി ഇവിടെ എടുത്തുണ്ടെന്നാ പറഞ്ഞു കേൾക്കുന്നേ. ഇതല്ല ഫാൾട്ടിയുടെ കളറ്. മഞ്ഞ അതാ. അത് മറ്റേ റവോൾക്ക് ഫാൾട്ടിൻ്റെത് റവോൾക്കിൻ്റെത്. എടാ ഈ അവന്മാര് നമ്മുടെ കൂട്ടത്തിലുള്ളല്ലോ, പിന്നെന്തിനാ അവന്മാരുടെ കളറൊക്കെ ആരാ ഉണ്ടാക്കി വെക്കുന്നേ? എനിക്കറിയില്ല. നമ്മളങ്ങനെ 3 ഉള്ളൂ ടോട്ടലി. എനിക്ക് തോന്നുന്നു പുതിയ ആൾക്കാര് ഇവര് എന്താ പറയാ അപ്പോയിന്റ്മെന്റ് ചെയ്താന്ന്. അതുകൊണ്ട് നാട്ടുകാരടാ. അല്ല നമ്മള് പോണ വൈക്ക് കണ്ടീന്നല്ലോ അവരെ. പിന്നെ വേറെ ഒന്നും കണ്ട അവര് ചെസ്റ്റിലൊന്നുമില്ല, ഒരു സാധനമില്ല. എനിക്ക് തോന്നേ ഇത് പുതിയ മെമ്പേഴ്സ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർക്കൊന്നും ഇല്ലാത്ത. നമ്മള് പഴയ ഓൾഡ് മുതലുണ്ടായോണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് കള്ള്. നമ്മൾ ഫോർമേഴ്സ്, നമ്മളാണ് OG ക്യാരക്ടേഴ്സ്, നമ്മളാണ് ഒറിജിനൽ ഗാങ്സ്റ്റർ ക്യാരക്ടേഴ്സ്. കണ്ടോ? അപ്പൊ ഇനി അവന്മാര് വരൂലേ? അവന്മാര് വരും തോന്നുന്നുണ്ട്. രക്ഷിക്കാനാ എന്തേ? ഈ നടു റോട്ടിലാരടാ കുഴി ഉണ്ടാക്കിയേക്കുന്നേ? എനിക്കറിയില്ല. എന്നാ ഡേർട്ട് എന്നാ എവിടെ എവിടെ എവിടെ? അതാ അടിയിലുണ്ട്. അടിയിക്കിട്ട് കിട്ടി. എടാ ഇത് കറക്റ്റ് ആരോ വീഴ്ത്താൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ ടാർഗറ്റ് ബ്ലോക്ക്. എനിക്ക് തോന്നുന്നു താഴെ ഒരു ഇരിക്കുന്നതാ. സ്റ്റോണേജ് എന്റെ അടുത്ത് ആന്റിക്കേക്സ് ഉണ്ടാക്കിയെന്നല്ലേ എനിക്ക് തോന്നി. നമ്മൾ ഇനി മേബി ഇവിടെ നമ്മള് സിറ്റി സെറ്റ് ആക്കണമെന്ന്. അപ്പൊ റോത്തേ നിന്റെ പ്ലേസ് കണ്ടില്ലേ? അതന്നെ എനിക്ക് അതുപോലും ഉണ്ടാവില്ല മേബി സ്റ്റോണേജ്. മേബി ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. എന്തെന്നറിയോ? നമുക്ക് ഹൗസ് ഉണ്ടാക്കാൻ തുടങ്ങാം.
എന്താ? നമ്മുടെ MCRP സീസൺ 1 മുതലേ ആ, ഹൗസൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. ഓക്കെ, ഇവിടെയോ? ആ ഇവിടെ ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ആക്കേണ്ടി വരും. ഓക്കെ, ഹൗസൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങാം. എന്തായാലും പോയപ്പോ കിട്ടിയതാ. കിട്ടുമ്പോ വെറുതെ നടന്നുകൊണ്ടിരിക്കുമ്പോ കിട്ടിയതാ. ഇങ്ങോട്ട് വരുമ്പോ വീണ്ടും ഒരു നെഗറ്റീവ് ഏ, അല്ലേ? എടാ അത് ആരെ കുതിര? എന്റേതല്ലോ. അല്ലല്ല. എന്റെ കുതിര എവിടെ? എന്റെ കുതിരന്റെ ജോലിയാ എവിടെങ്കിലും കാണാതാവും. ഇവിടെ അവിടെ ഉണ്ടല്ലേ? കയറാൻ പോവാറുണ്ട്. അപ്പൊ നീയില്ലേ, നമുക്കിവിടെ സെറ്റ് ആവാം. എന്നാ നമുക്കിവിടെ സെറ്റ് ആവാം. ഓക്കെ ഓക്കെ. അപ്പോ പറഞ്ഞ മാതിരി ഞാൻ വീടുണ്ടാക്കാൻ പോവാണ്. ഇനി നല്ല ക്ഷീണിച്ച് തന്നു. ഞങ്ങള് 1 ലക്ഷത്തോളം നടന്നില്ലേ, എന്തായാലും വീടുണ്ടാക്കേണ്ടി വരും. ഓക്കെ, വേണ്ട ഇവിടുന്ന് വഴി സെറ്റ് ആക്കാനുള്ള മാതിരി, ഇവിടെ വഴി സെറ്റ് ആക്കേണ്ടതൊന്നും കാണിക്കാൻ വേണ്ടിട്ട് മാതിരി സെറ്റ് ആക്കിയ മാതിരില്ലേ. അതെ അതെ അതെ. നിന്റെ വീട്ടിൽ പണി തുടങ്ങിക്കോ. ഞാനും തുടങ്ങാം. അതെ അതെ. ഞാൻ എന്തായാലും ഇവിടെ ഒക്കെ പാക്കട്ടെ. ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഓൾറെഡി കുറച്ച് ഫ്ലാറ്റ് ഒക്കെ ഐഡിയ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഗൈസ്, ഞാനേ ഈ സിറ്റി നമുക്ക് തോന്നുന്നു മേ ബി നമുക്ക് സിറ്റി ആക്കാനുള്ളതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ നമുക്ക് എല്ലാ സിറ്റികളിലൊക്കെ നമുക്ക് മെയിനായിട്ട് എന്താണല്ലേ, ഫസ്റ്റ് ഹൗസ് ഉണ്ടാക്കലല്ലേ. നമുക്ക് ഹൗസ് ഉണ്ടാക്കുന്ന പരിപാടിയിലായിട്ട് പോകാം. ഇറ്റ്സ് മീ നിക്സ് YT.